മലയാളം അറിയോ? എന്തിനാ പറയുന്നത്? അത് ചൊല്ലിക്കറിയും മലയാളത്തിൽ എന്ന് പറയത്തില്ല അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. العلم حياة الإسلام وعماد الدين أو كما قال رسول الله صلى الله عليه وسلم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله وما توفيق إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള അധ്യക്ഷൻ സയ്യിദ് അലവി ഹാദി മദനി തങ്ങൾ, ഈ സംഘടനയുള്ള അതിൻ്റെ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന സുഫിയാൻ സക്കാഫി, മുസ്തഫ നൈമി, അഷ്റഫ് സക്കാഫി ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ, എൻ്റെ പ്രധാനമായ സ്ഥാപനമായ മൂളൂർ മർക്കസ് തരീമുൽ ഇഹ്സാൻ എന്ന സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായ മാനേജർ മുസ്തഫ സൈദി, മറ്റ് ആലിമീങ്ങൾ, ഈ സദസ്സിൽ സന്നിഹിതരായ വിദ്യാർത്ഥി പ്രതിഭകൾ, മറ്റ് അവിടെ രക്ഷാക്കന്മാർ ഉൾപ്പെടെയുള്ള സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഒരു ധന്യമുഹൂർത്തത്തിലാണ്, ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ നമ്മൾ. അഥവാ കർണാടക സ്റ്റേറ്റ് SSFൻ്റെ പ്രതിഭകളായി തിരഞ്ഞെടുത്ത കർണാടകയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് അത് അവതരിപ്പിക്കാനും അതിൽ നിന്ന് വിജയം നേടി അവാർഡുകൾ നേടുവാനും സമ്മാനങ്ങൾ നേടുവാനും അവസരമൊരുക്കിക്കൊണ്ടുള്ള SSF കർണാടക സാഹിത്യ ഉത്സവമാണ് ഇപ്പോൾ എനിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ളത്. അള്ളാഹു എൻ്റെ പൊരുത്തത്തിലാക്കി തരുകയും ചെയ്യുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി നാം അന്നും ജനനം മുതൽ ഇന്നും ഇനി മരണം വരെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് നീങ്ങേണ്ടുന്നവരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. ആ വിദ്യാർത്ഥികളായ നമുക്ക് വളരെ രണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട്. വിദ്യാർത്ഥികളെ നിങ്ങളുടെ ബുദ്ധിയിൽ വളരെ വെയിറ്റുള്ള രണ്ട് എൽമുകളുണ്ട് മുസ്ലിമീങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾക്കറിയാം, മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ. ഒരു മദർസയിൽ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ 3 പീരീഡ് ചുരുങ്ങിയതുണ്ടാകണം. 45 മിനിറ്റ് 2 കാമണി. അതേ കുട്ടി തന്നെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ 5-6 പീരിയഡുകൾ ഉണ്ടാകും. ഇതെല്ലാം രാവിലെ ഒരു 6-6:30 മണി മുതൽ, ഞങ്ങളവിടെ 6 മണിക്കാണ് 6:30 മദ്രസ തുടങ്ങാം, 6:20.
വൈകുന്നേരം 4 മണി വരെ പഠിക്കണം. അത് കഴിഞ്ഞ് വീട്ടിലെത്തി മഗ്‌രിബിന് ശേഷം വീണ്ടും പഠിക്കണം. ഇതെല്ലാം ഒരു കുഞ്ഞിയുടെ ഖൽബിൽ അത് അള്ളാഹു വളരെയേറെ എളുപ്പമാക്കി കൊടുക്കണം. അള്ളാഹു ആക്കി തരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വിശദീകരിച്ചത് 2 വിദ്യാഭ്യാസവും വളരെ ചുരുങ്ങിയത് SLC വരെയോ അതല്ലെങ്കിൽ PUC അല്ലേ, അവിടെ +2, നമ്മളവിടെ +2, ഇവിടെ PUC വരെ എങ്കിലുമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം 2 വിദ്യാഭ്യാസവും നമുക്ക് നേടിയിരിക്കണം. ഇന്നിപ്പോൾ SLC പഠിക്കാതെ ഒരു രക്ഷിതാവിനും തൃപ്തി വരില്ല. അല്ലെങ്കിൽ PUC വരെ പഠിക്കാതെ ഒരു പേരൻസിനും സന്തോഷം വരികയില്ല. എങ്കിൽ അതേ സമയത്ത് മറുഭാഗത്ത് ദീനീയ ഉലൂമുകൾ മതവിദ്യാഭ്യാസം നമുക്ക് അതേ നിലക്ക് നേടിക്കിട്ടണം. അപ്പോൾ 2 വിദ്യാഭ്യാസങ്ങളും വിദ്യാർത്ഥി ജീവിതത്തിൽ സ്റ്റുഡൻസായി നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഇപ്പോൾ പഠിക്കേണ്ടുന്ന സമയമാണ്. പഠിക്കുക, നിങ്ങൾ വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന ആശംസയാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ നൽകുന്നത്. കാരണം നമുക്കെന്നും പഠിക്കാൻ സാധ്യമല്ല. ഇപ്പോഴാണ് നിങ്ങളെ ഖൽബിൽ ആ ഇൽമ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. ആ നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആദർശ ലക്ഷ്യങ്ങൾ സുന്നത്ത് ജമാഅത്താണെങ്കിൽ അത് ഈ മദ്രസയിൽ നിന്ന് 10ാം ക്ലാസ്സോ PUCയോ പഠിക്കുമ്പോൾ നമ്മുടെ ഖൽബിൽ അത് അടിയുറച്ച് കഴിയണം, അത് വേരൂന്നി കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ആരാലും അത് പൊരിച്ച് കാണാൻ പറ്റാതെ നിലക്ക്, ആർക്കെങ്കിലും അത് ആ വിശ്വാസത്തെ തകർക്കാൻ സാധിക്കാതെ നിലക്ക് ഉറച്ച വിശ്വാസമായി മാറണം നമ്മുടെ വിശ്വാസം. അതാണ് നിങ്ങൾ ഈ സാഹിത്യോത്സവത്തിൻ്റെ പരസ്യത്തിൻ്റെ ആദ്യം എഴുതുന്നത് SSF എന്നാണ്. SSF കർണാടക. അവിടെ SF എന്നല്ല, സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നല്ല, അല്ലെങ്കിൽ KSF എന്നല്ല, കർണാടക സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നല്ല, മറിച്ചതിൻ്റെ മുമ്പിൽ സുന്നി എന്നുണ്ട്. ആ അടയാളം, ആ മാർക്ക്, ആ ട്രേഡ് മാർക്ക് അത് ഒരു നിലക്കും മരണം വരെയും നിങ്ങൾ മറക്കാൻ പാടില്ല. അതിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കും. ആ വളരുമ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് വികസിക്കാനോ നിങ്ങളെ ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കാനും വേണ്ടിയുള്ള പ്രതിഭകൾ നിങ്ങളിൽ എന്താണുള്ളത്, ആ കഴിവ് അത് സമർത്ഥിക്കുക, അത് വിജയിപ്പിക്കുക, അത് നിങ്ങൾ പരിശീലിച്ചെടുക്കുക എന്നുള്ളതാണ് സാഹിത്യോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിക്ക് പ്രസംഗിക്കാനാണ് അള്ളാഹു അവൻ്റെ ബുദ്ധി നൽകിയിട്ടുള്ളതെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് സാഹിത്യോത്സവം. ഒരുത്തിന് പദ്യം കൊണ്ടാണ്, എന്താ അതിൻ്റെ മലയാളം കർണാടക പറഞ്ഞോളി, പദ്യം ബൈത്തോ എന്തോ ഞങ്ങൾക്ക് ചെല്ലാൻ സാധിക്കുക, അതിലാരാണ് പ്രതിഭ, അവൻ അത് പരിശീലിപ്പിക്കുകയാണ് സാഹിത്യോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല കഥാപ്രസംഗം ചെയ്യാൻ മിടുക്കനാരാണോ അത് പരിശീലിപ്പിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ഹൈഫിലാരാണ് അത് പഠിപ്പിക്കുക. ഇതൊക്കെ കൂടി ഈ മത ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾ നിന്ന് ആ ഇടയിൽ നിന്ന് 10ആളിൽ നിന്ന് ഒരാൾ, അല്ലെങ്കിൽ 5ആളിൽ നിന്ന് ഒരാൾ, അല്ലെങ്കിൽ 25ആളിൽ നിന്ന് 2ആൾ അതിൽ മിടുക്കന്മാരാണ് എന്ന് നോക്കി മനസ്സിലാക്കി അവരെ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ വിജയ പരാജയങ്ങൾ ഉണ്ടാകും. അങ്ങനെ വിജയികളാകുമ്പോൾ പരാജിതർക്ക് ഒരു വ്യസനം, ഒരു ബേജാറ്. ശ്രദ്ധിക്കുക കുട്ടികളെ, വിദ്യാർത്ഥികളെ, ആ വിഷമം നിങ്ങൾക്ക് വരാൻ പാടില്ല. ഇവിടെ 10 ആളൊരു മത്സരം നടക്കുകയാണ്. ഉദാഹരണത്തിന് പ്രസംഗത്തൻ മത്സരം. ആ മത്സരം നടക്കുമ്പോൾ 10ൽ ഒരാളോ 2ആളോ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുകളായിട്ട് പാസ്സായി. അവർക്കിവിടെ നിന്ന് സമ്മാനവും അവാർഡും കൊടുത്തു. ബാക്കി 8 പേരവിടെ ബാക്കിയാണ് ആ 10ൽ. എന്നാൽ ആ 8 വിദ്യാർത്ഥികളായ കുട്ടികളെ നിങ്ങൾക്കാർക്കും വിഷമം തോന്നാൻ പാടില്ല, നിങ്ങൾ വ്യസനിക്കാൻ പാടില്ല.
നിങ്ങൾ ആശങ്കപ്പെടാൻ പാടില്ല. മറിച്ച് അവരെപ്പോലെ ഇനിയത്തെ സാഹിത്യ സമാജത്തിൽ ഞങ്ങൾ വിജയിക്കണം, ഞങ്ങൾ അവാർഡ് നേടണം, ഞങ്ങൾ സമ്മാനം നേടണം എന്നുള്ള ഉത്സാഹം നിങ്ങൾക്കുണ്ടാകണം. അതിനുള്ള ഊർജ്ജസ്വലത നിങ്ങൾ സമ്പാദിക്കണം. അതാണ് ഈ സംബന്ധികളോട് ഞാൻ ഉണർത്താൻ. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ കുറേ വിജയികളായ സ്റ്റുഡൻസ്, യുവാക്കൾ, വിദ്യാർത്ഥികൾ അവർ വളർന്ന് നിങ്ങൾ കുറച്ചും കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ കുട്ടികളാണ്. ഇതൊക്കെ പാസ്സായി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാരാണ്. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഉപ്പ, അബ്ബ, ബാപ്പ എന്ന് വിളിക്കും. നിങ്ങൾ മക്കളെ ഉപ്പയായി മാറും. നിങ്ങളിപ്പോൾ പേരൻസായി, രക്ഷിതാവായ കുട്ടികളെ വളർത്തണം. ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിലൊക്കെ വിജയിച്ചുകൊണ്ടും ഈ പരീക്ഷകളെല്ലാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി പ്രതിഭകളായ കുട്ടികളെ, അഥവാ സുന്നികളായ പ്രതിഭകളെ നമുക്കുണ്ടാക്കാൻ സാധിക്കും. അള്ളാഹു നൽകട്ടെ. അവരുടെ പ്രസംഗങ്ങൾ വഴിയും പ്രവർത്തനങ്ങൾ വഴിയും എഴുത്ത് വഴിയും അവരുടെ പാണ്ഡിത്യം കൊണ്ടും ഈ സമൂഹത്തിന്, ഈ പരിശുദ്ധ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടതായി വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഭാവി തലമുറ, ഇനി വളരുന്ന തലമുറ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ അടിയുറച്ചുകൊണ്ട് നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം കൊണ്ടും നിരയിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ദീർഘദൃഷ്ടികം ബുദ്ധിജീവികളും ദാർശികളുമായ നമ്മുടെ അലിമീങ്ങൾ, പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസവും അതിനോടനുബന്ധിച്ച് പ്രതിഭകളെടുക്കുക എന്നുള്ള നിലക്കുള്ള ഈ സാഹിത്യ ഉത്സവങ്ങളും എല്ലാം നടത്താൻ കാരണം നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വമാണ് എന്ന് നാം മനസ്സിലാക്കണം. അവരാണ് ഇതിനെ കടിഞ്ഞാൻ പിടിച്ചത്. ഞാൻ ഓർക്കുകയാണ് മഹാനായ മർഹൂം നൂറുൽ ഉലമ അവരാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന നിലക്ക് സ്കൂളിൽ പോകുന്നത് പോലെ ക്ലാസ്സുകളായി, പീരീഡുകളായി കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകണം എന്ന് വാദിച്ചവരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ നൂറുൽ ഉലമ, നമ്മുടെ സൈദിയുടെ ശില്പിയും സ്ഥാപകനുമായ നൂറുൽ ഉലമ. മഹാനായ താജുൽ ഉലമ അടക്കം, AP ഉസ്താദ് അടക്കം ഇന്നുള്ള അലീമ്യങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ മറ്റു കാര്യങ്ങളിപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല. സമാപനത്തിനാണ് എന്നെ ക്ഷണിച്ചതും എനിക്ക് പൂതിയും അതാണ്. കാരണം എനിക്ക് ചില അസൗകര്യങ്ങൾ കാരണം SSFിൻ്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ സമാപനത്തിൽ നിറഞ്ഞ സദസ്സിൽ അല്പം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പം നാളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് യോഗമാണ്. മറ്റന്നാൾ എൻ്റെ ബന്ധത്തിൻ്റെ കല്യാണവുമാണ് കോഴിക്കോടും മലപ്പുറത്തും. അതുകൊണ്ട് 2 ദിവസം ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വരാമെന്ന് ഏറ്റതാണ്. അല്ലേ, ഇവിടെ എത്തിച്ചു തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. വലിയ ഭാരിച്ച ചുമതലയാണ്. ആലിമീങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. വിശുദ്ധ ഖുർആൻ. ഹബീബ നബി തങ്ങളുടെ 23 കൊല്ലം കൊണ്ടുള്ള ത്യാഗോജ്ജലമായ, ത്യാഗപൂർണമായ പ്രവർത്തനം, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം, അത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചു. അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ് പരിശുദ്ധ ദീൻ. ചുരുങ്ങിയ 23 കൊല്ലം കൊണ്ട് 1500 കൊല്ലമായി
ഇനി ഖിയാമത്തിലേക്ക് എത്ര നാളുണ്ട്, എത്ര കൊല്ലമുണ്ടെന്ന് നമുക്കറിയില്ല. അതുവരെയും ഹബീബായ നബി തങ്ങളുടെ ആ പരിശുദ്ധ ദീൻ അതിവിടെ നിലനിൽക്കുന്നു. അള്ളാഹു നിലനിർത്തുകയും ചെയ്യും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും. പക്ഷേ എന്താണ് അവിടെ പറഞ്ഞത്? ദീനിനെ തങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹത്തെ നബിയെ തങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം ദീനിനെ വളരെയധികം തൃപ്തിപ്പെട്ടവരായി ഞാൻ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ഇസ്ലാം ദീൻ അത് അവസാന സമയത്ത് നബി തങ്ങളുടെ വഫാത്തിനടുത്ത് ഇറങ്ങുമ്പോൾ അതെല്ലാം സംബന്ധിച്ച് അറഫയിൽ വെച്ച് ഹജ്ജത്തുൽ വിദാഇ നബി തങ്ങൾ ഉപദേശിച്ചു. സഹാബത്ത് മുഴുവനും കേട്ടു. അടുത്ത റബീഉൽ അവ്വലിൽ ഹബീബാ നബി തങ്ങൾ വഫാത്താവുകയാണ്. ആ മുഴുവനും 23 വർഷം കൊണ്ട് നബി തങ്ങൾ എന്തുപദേശിച്ചോ, എന്ത് പ്രവർത്തിച്ചോ, എന്താണ് ഇവിടുത്തെ അഫ്ആൽ അഖ്വാൽ എല്ലാം സഹാബികൾ മഹാന്മാരായ സഹാബത്ത് മനസ്സിലായി. എൻ്റെ സഹാബികൾ നക്ഷത്രതുല്യന്മാരാണ്, അവരെ നിങ്ങൾ പിന്തുടർന്നു. ആ സഹാബികൾ താബിയങ്ങൾ വഴിയായി വഴി വന്ന് നമ്മുടെ ഉസ്താദന്മാർ മുഖേന ഇന്ന് വിളിക്കുന്ന ആലിമീങ്ങളടക്കം നമ്മൾക്ക് എല്ലാവർക്കും കിട്ടി. ഇനി കിട്ടിയിട്ടില്ല എന്ന് നാളെ മഹ്ശറയിൽ അള്ളാഹുവിനോട് കളവ് പറയാൻ നമുക്ക് സാധ്യമല്ല. ഞങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങളും അത് പഠിച്ചു, വിദ്യാർത്ഥികളും. എന്നിട്ട് ആ ദീൻ നമ്മളെ കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ട് നിലനിൽക്കണം. അതിന് ഉത്തരവാദികൾ നമ്മളാണ്. റബ്ബിനോട് നാളെ നമ്മൾ മറുപടി പറയേണ്ടി. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ വഴിയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വഴി. അതിനെവിടെയും പുറയേൽത്തിട്ടില്ല. അടുത്ത കാലങ്ങളിൽ അല്പം വിദേഹത്തിൻ്റെ അയലുകാരതിന് മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് വല്ലതും ചേർക്കുവാനോ ഉള്ളതിൽ നിന്ന് വല്ലതും വെട്ടിച്ചുരുക്കാനോ നമുക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലും ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും അവിടുത്തെ തിരുവചനങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും അതിലൊന്നും മാറ്റാനോ തിരുത്താനോ ആർക്കും അധികാരമില്ല. ഓരോ സ്വഹാബികളും ഓരോ സമയത്ത് എങ്ങനെ പറഞ്ഞു അബിതങ്ങൾ അത് മനസ്സിലാക്കി ആ നിലക്ക് അവർ റിവായത്ത് ചെയ്തു. നമ്മുടെ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും അതിനവർ വളരെ ക്രോഡീകരിച്ചുകൊണ്ട് ജമ്മു ചെയ്ത് നമുക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് മുത്തുനബിതങ്ങളെ ആ സുന്നത്തും അതുപോലെ തന്നെ സഹാബികളായ ജമാഅത്തിൻ്റെ തത്വങ്ങളും അതനുസരിച്ച് ജീവിക്കുന്ന സുന്നികളായ വിദ്യാർത്ഥികളായി നിങ്ങൾ വളരണമെന്നും 3 ദിവസത്തെ പരിപാടി ഉണ്ടെന്നുണ്ട്. നിങ്ങളോട് കുറേ പറയേണ്ടത് എല്ലാവരും സംസാരിക്കും. ഇപ്പം പറയാൻ അഫ്ദൽ ഇൽമ് ഇൽമുൽ ഹാൽ അല്ലേ? അതിപ്പം മയക്കുമരുന്നാണ്. ഇവിടെ ഉണ്ടോന്നില്ല. കേരളത്തിൽ കർണാടകയിൽ ഇപ്പം പറയേണ്ടത് കുട്ടികളോട് പറയാനുള്ളത് മയക്കുമരുന്നിനെ പറ്റിയാണ്. കാരണം ഈ മയക്കുമരുന്ന് കച്ചവടക്കാർ ഒക്കെ നമ്മളാണ്. വരാറും വേണ്ട. അത് 100-ൽ 95 മുസ്ലിമീങ്ങളാണ്. ഖേദപൂർവം പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അതിലും വളരെ മുന്നോട്ട് ഞങ്ങൾ കേരളമാണെന്നും പരിഹാസ്യത്തോടെ എനിക്ക് പറയേണ്ടി വരും. അതിലും കുറച്ച് മുമ്പിൽ കേരളത്തിൽ കാസർഗോഡ് തന്നെയാണ് എന്ന് ഞാൻ ജീവിക്കുന്ന എൻ്റെ ഡിസ്ട്രിക്റ്റിനെയും എനിക്ക് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. LP സ്കൂൾ എന്ന് പറഞ്ഞാൽ ലോവർ പ്രൈമറി സ്കൂൾ എന്ന് പറയും, 5ാം ക്ലാസ് 4ാം ക്ലാസ്. ആ സ്കൂളിൻ്റെ പരിസരത്തും മയക്കുമരുന്നിൻ്റെ കച്ചവടമാണ്. ചോക്ലേറ്റ് രൂപത്തിലോ വേറെ വല്ല രൂപത്തിലോ ആ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ വാങ്ങിക്കഴിക്കുന്നു. വരക്കെത്തുമ്പോൾ കുട്ടികൾക്ക് സംഭവിക്കുന്നു. ഈ നിലക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി വളരുന്നൊരു കാലഘട്ടമാണ്. ഞാൻ പറയുകയല്ല, ആലിമ്യങ്ങൾ പറയുകയല്ല,
ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും എല്ലാം അത് മനസ്സിലാക്കിയിട്ട് ശക്തിയായ ശിക്ഷ അതിന് നൽകണമെന്ന നിയമവ്യവസ്ഥയുണ്ട്. അറസ്റ്റ് ചെയ്താൽ പിടിക്കുന്നു, ശിക്ഷിക്കേണ്ടതാണ്. പോലീസ് സ്റ്റേഷൻ്റെ മറുഭാഗത്തിൽ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ മയക്കുമരുന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അധ്യാപകന്മാരും ഉസ്താദന്മാരും നേതാക്കന്മാരും സംഘടനാ പ്രവർത്തകന്മാരും അതിലെല്ലാം ഉപരി അവിടെ രക്ഷിതാക്കന്മാരും പ്രവർത്തിക്കണമെന്നും വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ കുട്ടികളെ വളർത്തിയില്ല എങ്കിൽ നമുക്കും നമ്മുടെ സമുദായത്തിനും ആ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥയിലാണ്. അള്ളാഹു കാക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ കർണാടക സ്റ്റേറ്റ് SSFൻ്റെ സാഹിത്യോത്സവം അവസാനത്തെ നാൾ വരെ അഥവാ 3 ദിവസമുണ്ട്. ഇതിൻ്റെ സമാപനം വരെയും വളരെ ഇസ്സത്തിൽ വളരെ സന്തോഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും സുന്നത്ത് ജമാഅത്തിനും ഗുണകരമാകുന്ന നിലക്ക് അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ. സർവ്വവിധ ആശംസകളും ഈ സാഹിത്യോത്സവത്തിന് നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു ചെറിയ കാര്യം മറന്നുപോയി, അതെൻ്റെ ഒന്നുകൂടി ഇപ്പോൾ ഉണർത്തുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞു. അതെന്താ, അത് ഇവിടെയുള്ള ആലിമ്യങ്ങളോടും സംഘാടകരോടും എനിക്ക് ഉണർത്താനുള്ളത്, കേരളം സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാ നിലക്കും അത് നിറഞ്ഞു കവിയുന്ന കുടമാണ് എന്ന് പറഞ്ഞാൽ അറിയാം. മലയാളത്തിൽ എന്താണ് പറയും, കർണാടകത്തിൽ പറയും കടയെന്ന് പറഞ്ഞാൽ എന്താ, അതായത് വെള്ളം നിറഞ്ഞിട്ടായിരുന്നു പുറത്തോട്ട് അത്രയും ഉഷാറാണ്. അൽഹംദുലില്ലാ ഇപ്പം ഏകദേശം ദക്ഷിണ കർണാടക ഉടുപ്പി ജില്ലകളിലും അതുപോലെ നമ്മുടെ കൊടക് ജില്ലകളിലും അതുപോലെ ഗുഡല്ലൂർ പോലെയുള്ള കോയമ്പത്തൂർ പോലെയുള്ള കുറച്ചും തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലും മാത്രമാണ്. ഇപ്പോൾ ഇവിടെ എത്തി ഭക്കളിലാണ് ഞാനുള്ളത്. അൽഹംദുലില്ലാ ഞാൻ വളരെ ദൂരമാണുള്ളത്. പക്ഷേ ഇവിടെ കഴിയുന്ന നിലക്ക് നേതൃത്വം നൽകി. പക്ഷേ എനിക്ക് ഇവരോടെല്ലാം പറയാനുള്ളത് SSFും SYSും മുസ്ലിം ജമാഅത്തും എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ കർണാടകയിലെ എല്ലാ ജില്ലയിലും ഉണ്ടാകണം. ഇപ്പം മുസ്തഫ നൈമിയുടെ നേതൃത്വത്തിൽ ഞാൻ പോയി ഹാവേരി, അതുപോലെ ഇവരൊക്കെ ഓരോ ഭാഗത്ത് അല്ലേ നോർത്ത് കൺട്രിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആ ദീനി ദഅവത്തിൻ്റെ പ്രവർത്തനം അതിന് SYSും SSFും അതുപോലെ മുസ്ലിം ജമാഅത്ത് ഉണ്ടാവില്ല ഇവിടെ അല്ല, അതൊക്കെ രൂപീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. ഇവിടെയും വിദേഹത്തിൻ്റെ അലുകാരുടെ നുഴഞ്ഞുകയറ്റം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണമെന്ന് സംഘാടകരോടും ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്കതിനുള്ള എല്ലാ സ്റ്റേറ്റ് ലെവൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ്, സുന്നി കേരള മുസ്ലിം ജമാഅത്ത് അടക്കമുള്ള സംഘടനകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങിത്തരും. നിങ്ങളത് ഉണർത്തിക്കൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.